വെൽക്കം ടു ഫിനിഷ് ടെക്നോസ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ 2019 ക്വസ്റ്റ്യനിലെ കമ്പ്യൂട്ടർ സയൻസ് സിലബസിലെ 5th പാർട്ടായ കമ്പ്യൂട്ടർ സയൻസ് സിലബസിലെ ഡേറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന പോർഷനിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറൌണ്ട് 5 to 6 ക്വസ്റ്റ്യൻസ് ഈ പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, വളരെ നോർമലി വളരെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് സിലബസിൽ. ഓക്കെ, അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് വിത്ത് n ബിറ്റ് ബൈനറി ഇന്റിജേഴ്സ് ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോം. ഓക്കെ, ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. n ബിറ്റ് യൂസ് ചെയ്താൽ, n നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്താൽ ഇൻ വൺസ് കോംപ്ലിമെന്റ് ഫോമിൽ, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് ഫോം, അതുപോലെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ഒക്കെ എന്താണ്, സൈൻ ഉള്ള നമ്പേഴ്സിനെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ എക്സ്ട്രാ ഹാർഡ്വെയർ ഇല്ലാണ്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, അതിൽ വൺസ് കോംപ്ലിമെന്റ് ടെക്നിക്കില് n നമ്പർ ഓഫ് ബിറ്റ്സ് യൂസ് ചെയ്താൽ അതിന്റെ റേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് 2 power n minus 1 minus 1 to പോസിറ്റീവ് ഓഫ് 2 power n minus 1 minus 1 വരെ ആയിരിക്കും. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇൻ വൺസ് കോംപ്ലിമെന്റ് ദ റേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് എ നമ്പർ വിത്ത് n നമ്പർ ഓഫ് ബിറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും, നെഗറ്റീവ് ഓഫ് 2 raised to n power minus 1 minus 1 to എന്തായിരിക്കും, പോസിറ്റീവ് ഓഫ് 2 raised to n minus 1 minus 1 ആയിരിക്കും. ഓക്കെ, അതൊരു ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇൻസ്റ്റെഡ് ഓഫ് വൺസ് കോംപ്ലിമെന്റ് ഫോം ടൂസ് കോംപ്ലിമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ റേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ ഓപ്ഷൻ ബി ആയിരിക്കും. നെഗറ്റീവ് ഓഫ് 2 raised to n minus 1 to പോസിറ്റീവ് ഓഫ് 2 raised to n minus 1 minus 1 ആയിരിക്കും ആൻസർ. ടൂസ് കോംപ്ലിമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, അവര് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്ഷൻ എ തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. വൺസ് കോംപ്ലിമെന്റിന്റെയും അതുപോലെ സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷന്റെയും റേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ വെൻ യൂസിങ് n നമ്പർ ഓഫ് ബിറ്റ്സ് എന്തായിരിക്കും, മൈനസ് 2 raised to n minus 1 minus 1 to പോസിറ്റീവ് ഓഫ് 2 raised to n minus 1 minus 1 വരെ ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ ഈ 3 റേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ ഓർത്തിരിക്കുക. സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിനെ, സൈൻ്റെ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈൻ റെപ്രസെന്റേഷൻ ആണെന്ത്, വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ, ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ, അതുപോലെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദ 8th കോംപ്ലിമെന്റ് ഓഫ് ദ നമ്പർ 240 ഈസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വലി 240 ഒരു ഡെസിമൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഒക്ടൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തപ്പം അവര് കൺസിഡർ ചെയ്തത് 240 എന്താണ്, ഒരു ഒക്ടൽ നമ്പർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് 8th കോംപ്ലിമെന്റ് എന്തായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തത്, ഓപ്ഷൻ ഇട്ടിരുന്നത് അല്ലെങ്കിൽ ആൻസർ കീ ഇട്ടിരുന്നത്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനില് 240 എന്താണ് ഒക്ടൽ നമ്പർ അല്ലെങ്കിൽ ഡെസിമൽ ഓർ ഹെക്സാഡെസിമൽ ആണെങ്കിലും നമുക്കറിയാം അതിന്റെ കറസ്പോണ്ടിങ് 8th കോംപ്ലിമെന്റ് എന്തായിരിക്കും, ഫുൾ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 80 ആ കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് സബ്ട്രാക്ട് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ കറസ്പോണ്ടിങ് 8th കോംപ്ലിമെന്റ് കിട്ടും. therefore അതിന്റെ എന്തായിരിക്കും, 8th കോംപ്ലിമെന്റ് എന്തായിരിക്കും, 648 ആയിരിക്കും. പക്ഷെ അതെന്താണ്, റോങ് ആണ്. കാരണം എന്താണ്, 240 അവര് കൺസിഡർ ചെയ്തത് എന്തായിട്ടാണ്, ഒരു ഒക്ടൽ നമ്പർ ആയിട്ടാണ്, അല്ലെങ്കിൽ റാഡിക്സ് 8 ഉള്ളൊരു നമ്പർ ആയിട്ടാണ്. therefore ഒക്ടൽ നമ്പറിൽ നമുക്കറിയാം അതിന്റെ റാഡിക്സ് എന്താണ്, റാഡിക്സ് 8 ആണ്. therefore 0 to 7 വരെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. 0 to 7 വരെയുള്ള റെപ്രസെന്റേഷനിൽ ഡയറക്ട്ലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, 8th കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. therefore ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം 8th കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് 7th കോംപ്ലിമെന്റ് പ്ലസ് എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഇൻ ബൈനറി നമ്പർ സിസ്റ്റം 2's കോംപ്ലിമെന്റ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, 1's കോംപ്ലിമെന്റ് പ്ലസ് 1 ആണ്. അതുപോലെ 8th കോംപ്ലിമെന്റ് ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്തായിരിക്കും, അതിന്റെ 7th കോംപ്ലിമെന്റ് പ്ലസ് 1 ആയിരിക്കും. 240യുടെ 7th കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം,
എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 7ൽ നിന്ന് ആ കറസ്പോണ്ടിങ് ഡിജിറ്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? അതിന്റെ 7th കോംപ്ലിമെന്റ് കിട്ടും. therefore 7th കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്തായിരിക്കും? 7 മൈനസ് 4 3 വരും. 7 മൈനസ് 2 എന്ത് വരും? 537 വരും. therefore അതിന്റെ ഒക്ടൽ 8th കോംപ്ലിമെന്റ് എന്തായിരിക്കും? 537. അതിന്റെ 537 പ്ലസ് എന്തായിരിക്കും? 1 ആയിരിക്കും. നമുക്കറിയാം 7 പ്ലസ് 1 ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്തായിരിക്കും? 7 പ്ലസ് 1 8 അല്ല, അതെന്തായിരിക്കും? ഒരു 0 വിത്ത് ക്യാരി 1 അല്ലെങ്കിൽ 10 ആയിരിക്കും. കാരണം എന്താണ്? ഒക്ടൽ നമ്പറിൽ 0 to 7 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായിരിക്കും? 10 ആയിരിക്കും. 11 അങ്ങനെ പോകും. 17 കഴിഞ്ഞാല് പിന്നെന്ത് വരും? 20 വരും. അങ്ങനെ ആയിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. therefore 537 7 പ്ലസ് 1 എന്തായിരിക്കും? 0 വിത്ത് ക്യാരി 1 ആയിരിക്കും. therefore 3 പ്ലസ് 1 4 ആയിട്ട് മാറും. ആൻസർ എന്തായിട്ട് മാറും? 540 ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 11x17 radix 8 equal to 12c9 radix 16, then the value of x and y are. ഓക്കെ, ഇവിടെ ഒരു ഒക്ടൽ നമ്പർ ഈക്വൽ ടു എന്താണെന്ന് തന്നിട്ടുണ്ട്? ഒരു കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് നോർമലി നമ്മൾ ചെയ്യുന്നത് രണ്ട് നമ്പർ സിസ്റ്റത്തിന്റെയും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക, ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, അതിൽ ഇവിടെ നോക്കിയാല് 11x17 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താല് y എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ LSB ആണ്. therefore അതിന് കറസ്പോണ്ടിങ് വെയിറ്റ് എന്തായിരിക്കും? 8⁻0 ആയിരിക്കും. 1 വൈയുടെ തൊട്ടിപ്പുറത്താണ്. therefore അതിന്റെ വെയിറ്റ് 8⁻1 ആയിരിക്കും. എക്സ് വേരിയബിൾ ആണ്. therefore എക്സ് ഇൻറ്റു നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 8⁻2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 1 ഇൻറ്റു 8⁻3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. പ്ലസ് എന്തായിരിക്കും? ലാസ്റ്റ് 1 ഇൻറ്റു 8⁻4 ആയിരിക്കും. therefore ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ കിട്ടും. കറസ്പോണ്ടിങ്ങില് റൈറ്റ് സൈഡിലെ ഹെക്സാ ഡെസിമൽ നമ്പറിന് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 LSB ആണ്. therefore 9 ഇൻറ്റു 16⁻0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. LSBയുടെ വെയിറ്റ് എന്തായിരിക്കും? റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും. തൊട്ട് ബാക്കിലോട്ട് എന്തായിരിക്കും? റാഡിക്സിന്റെ വെയിറ്റ് ഇൻക്രിമെന്റ് ചെയ്ത് വരും. 1/1 കൂടി വരും. സി എന്ന് പറയുന്നത് നമുക്കറിയാം ഹെക്സാഡെസിമൽ നമ്പറിൽ 12 ആണ്. therefore സിന്റെ ആക്ച്വൽ ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 12 ഇൻറ്റു 16⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് 2 ആണ് വന്നിരിക്കുന്നത്. therefore അവിടെ എന്തായിരിക്കും? 2 ഇൻറ്റു 16⁻2 എന്തായിരിക്കും? 2 ആയിരിക്കും. പ്ലസ് എന്തായിരിക്കും? ലാസ്റ്റ് 1 ആണ് വന്നിരിക്കുന്നത്. therefore അവിടെ എന്തായിട്ട് മാറും? 1 ഇൻറ്റു ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? 1 ആണ്. therefore എന്തായിട്ട് മാറും? 1 ഇൻറ്റു 16⁻3 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നോക്കുക. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുറെ 8ന്റെയും 16ന്റെയും പവേഴ്സ് വന്നിട്ടുണ്ട്. 16⁻3 എന്ന് പറയുന്നത് എന്താണ്? 16⁻3 എന്ന് പറയുന്നത് 8 ഇൻറ്റു 2⁻3 ആണ്. ഈക്വൽ ടു എന്തായിരിക്കും? 8⁻3 ഇൻറ്റു 2⁻3 ആയിരിക്കും. 2⁻3 എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. therefore 16⁻3 എന്ന് പറയുന്നത് എന്താണ്? 8⁻4 ആണ്. therefore അത് രണ്ട് എന്ത് ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. 2 ഇൻറ്റു 16 സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 2 ഇൻറ്റു 16 സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 8⁻2 ഇൻറ്റു 2⁻2 ആണ്. ഇവിടെ വീണ്ടും ഒരു 2 ഉണ്ട്. എന്തായിട്ട് മാറും? 2⁻3 ആയിട്ട് മാറും. 2⁻3 8 ആണ്. therefore അത് എന്തായിട്ട് മാറും? 8⁻3 ആയിട്ട് മാറും. therefore 8⁻3യും 2 ഇൻറ്റു 16⁻2 എന്താ ചെയ്ത് പോകും? ക്യാൻസൽ ചെയ്ത് പോകും. therefore ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. റിമൈനിങ് വന്നിരിക്കുന്നത് എന്താണ്? y ഇൻറ്റു 8⁻2 ആണ്. ഈക്വൽ ടു എന്തായിരിക്കും? y ആയിരിക്കും. y പ്ലസ് എക്സ് ഇൻറ്റു 8 സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? 64 ടൈംസ് എക്സ് ആയിരിക്കും. ഈക്വൽ ടു എന്തായിരിക്കും? റൈറ്റ് സൈഡിലെ 9 ഇൻറ്റു 16⁻0 വന്നിട്ടുണ്ട്. 9 മൈനസ് ഇവിടെ എന്തുണ്ട്? 8 ഉണ്ട്. therefore 9 മൈനസ് 8 1 ആയിട്ട് മാറും. 1 പ്ലസ് എന്തായിട്ട് മാറും? 12 ഇൻറ്റു 16⁻1 ആയിട്ട് മാറും. 12 ഇൻറ്റു എന്താണ്? 16⁻1 ആണ്. ഞാൻ 12 ഇൻറ്റു 16നെ 4 ഇൻറ്റു 3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. 12നെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? 4 ഇൻറ്റു 3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. therefore which is equal to എന്തായിട്ട് മാറും? 1 പ്ലസ്
16, 3 into 16 എന്തായിട്ട് മാറും 64 ആയിട്ട് മാറും. സോറി 4 into 16 എന്തായിട്ട് മാറും 64 ആയിട്ട് മാറും. 64 മൾട്ടിപ്ലൈഡ് വിത്ത് എന്തായിട്ട് മാറും 3 ആയിട്ട് മാറും. ഇവിടെ നോക്ക്, ലെഫ്റ്റ് സൈഡില് 1 പ്ലസ് 64 ടൈംസ് എക്സ് ആണ്. റൈറ്റ് സൈഡില് ഞാൻ അതിനെ എങ്ങനെ എഴുതി 1 പ്ലസ് 64 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എന്ന് എഴുതി. ദെർഫോർ നമുക്ക് പറയാം y ഈക്വൽ ടു 1 ആയിരിക്കും. കറസ്പോണ്ടിങ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും 3 ആയിരിക്കും. ദെർഫോർ എക്സ് ആൻഡ് വൈ എന്തായിരിക്കും 3,1 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാത്തമാറ്റിക്കലി കുറച്ച് എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് വാല്യൂസിനെ ക്യാൻസൽ ചെയ്താല് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഈ ഫൈനൽ ആൻസറിനെ നമുക്ക് എന്താണ് ഒറിജിനലി വന്നിരുന്നത് 12 into 16 ആയിരുന്നു +1. അതിന് അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാല് ഇവിടെ 4 ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അവിടെ ഏത് ഓപ്ഷൻ ആണോ കറക്റ്റ് ആയിട്ട് വരുന്നത് അതായിരിക്കും ആക്ച്വൽ ആൻസർ. അതിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ എന്താണ്, y പ്ലസ് 64 എക്സ് ഫോമിലാണ് എന്താണ് ലെഫ്റ്റ് സൈഡിലെ വേരിയബിൾ വന്നിരിക്കുന്നത്. അതേ വേരിയബിൾ ഫോമില് ഡയറക്ട്ലി എന്താണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ഇന്റിജർ നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയാല് നമുക്ക് എന്ത് കിട്ടും, ആക്ച്വൽ ആൻസർ കിട്ടും. Therefore ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ബൈനറി ഇക്വലന്റ് ഓഫ് ദ ഡെസിമൽ നമ്പർ 5.4375 ഈക്വൽ ടു. ഓക്കെ, ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡെസിമൽ നമ്പറിന്റെ ഒരു എന്താണ് ഇന്റിജർ പോർഷനും ഉണ്ട്, അതുപോലെ ഒരു ഫ്രാക്ഷണൽ പോയിന്റും ഉണ്ട്. 5ന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ നമുക്കറിയാം 101 ആണ്. 4 ഓപ്ഷനിൽ എന്തുണ്ട് 101 ഉണ്ട്. ഇവിടെ ഫ്രാക്ഷണൽ പോയിന്റ് വന്നാല് നോർമലി നമുക്കറിയാം ആ ഫ്രാക്ഷണൽ പോയിന്റിനെ എന്താണ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഓരോ സ്റ്റെപ്പിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിന്റെ ഇന്റിജർ പാർട്ടായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ. ഓക്കെ, 0.4375 അല്ലെങ്കിൽ 4375നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 5 മൾട്ടിപ്ലൈഡ് വിത്ത് 210 ആയിരിക്കും. Therefore 7 into 2 plus 1 15 ആയിട്ട് മാറും. 1 റിമൈൻഡർ ആയിരിക്കും. 3 into 2 plus 1 എന്തായിട്ട് മാറും 7 ആയിട്ട് മാറും. 4 into 2 എന്തായിരിക്കും 8 ആയിരിക്കും. Therefore നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് 0.8750 ആണ്. അതിന്റെ ഇന്റിജർ പോർഷൻ 0 ആണ്. Therefore ഈ 875നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.875നെ വീണ്ടും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Therefore 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും 7 into 2 plus 1 15, 1 റിമൈൻഡർ ആയിരിക്കും. 8 into 2 16 ആയിരിക്കും. 16 plus 1 ഈക്വൽ ടു എന്ത് കിട്ടും, 17 കിട്ടും. Therefore 875 into 2 ആക്ച്വലി എന്താണ് കിട്ടുന്നത് 1.75 ആണ്. ഇവിടെ 1 ആയിരിക്കും അതിന്റെ ആ പർട്ടിക്കുലർ പൊസിഷനിലുള്ള കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. Therefore ഫ്രാക്ഷണൽ പോയിന്റ് ആയ 0.75നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതെന്തായിട്ട് മാറും 1.50 ആയിട്ട് മാറും. 0.50 ആണ്, അല്ലെങ്കിൽ 0.5നെ വീണ്ടും എന്ത് ചെയ്യും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Therefore അതെന്തായിട്ട് മാറും 1.0 ആയിട്ട് മാറും. ഇവിടെ ഫ്രാക്ഷണൽ പോയിന്റ് 0 ആയിട്ട് മാറി. Therefore നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. Therefore the corresponding ബൈനറി റെപ്രസെന്റേഷൻ എന്തായിരിക്കും, ഈ എന്താണ് ഫ്രാക്ഷണൽ പോയിന്റിന്റെ ഇന്റിജർ പാർട്ടിന് മാത്രം അങ്ങനെ തന്നെ എഴുതുക. Therefore 1010111 ആയിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെന്റേഷൻ. ഓക്കെ, ഇതൊരു ബേസിക് എന്താണ് ബേസിക് ഐഡിയ ആണ്. കൺവേർഷൻ ഓഫ് എ ഡെസിമൽ നമ്പർ വിത്ത് ഫ്രാക്ഷൻ ഇൻറ്റു എന്താണ് ബൈനറി റെപ്രസെന്റേഷൻ. എന്താണ് ഇന്റിജർ പോർഷനെ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡേഴ്സ് റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബൈനറി റെപ്രസെന്റേഷൻ കിട്ടും. എന്താണ് ഫ്രാക്ഷൻ പോയിന്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇന്റിജർ പോർഷനെ സെയിം ഓർഡറിൽ ചെയ്താൽ ഈ പോർഷനിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദ ബേസ് ഓഫ് ദ നമ്പർ ഫോർ വിച്ച് ദ ഓപ്പറേഷൻ 54 divided by 4 gives 13. ഓക്കെ, 54 divided by 4 എന്ന് പറയുന്നത് ആക്ച്വലി ഡെസിമൽ നമ്പറിൽ എന്തല്ല 13 അല്ല. പക്ഷെ 13 ആകണമെങ്കിൽ ഈ പർട്ടിക്കുലർ നമ്പർ സിസ്റ്റത്തിന്റെ ആക്ച്വൽ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമ്മൾ അസ്യൂം ചെയ്യും ദ കറസ്പോണ്ടിങ് ബേസ് എന്താണെന്ന് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യും. എക്സ് ആണെങ്കിൽ
54നെ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താല് 54 ഈക്വൽ ടു എന്തായിരിക്കും 4 ഇൻറ്റു എക്സ് റേസ് ടു 0 പ്ലസ് എന്തായിരിക്കും 5 ഇൻറ്റു എക്സ് റേസ് ടു 1 ആയിരിക്കും. 5 ഇൻറ്റു എക്സ് റേസ് ടു എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 മാത്രമാണ്. 4 മാത്രമാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ 4 തന്നെ ആയിരിക്കും. ഈക്വൽ ടു 13 അതിന്റെ റാഡിക്സ് എക്സ് ആണെങ്കിൽ 13 റാഡിക്സ് എക്സ് ആണെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഡെസിമൽ ആയിട്ട് 1 ഇൻറ്റു എക്സ് റേസ് ടു 1 പ്ലസ് എന്തായിരിക്കും 3 ഇൻറ്റു എക്സ് റേസ് ടു 0 ആയിരിക്കും. ഇവിടെ 4 വെച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വേഷൻ എന്തായിട്ട് മാറും 5x പ്ലസ് 4 ഈക്വൽ ടു 5x പ്ലസ് 4 ഈക്വൽ ടു 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താല് 4 ഇൻറ്റു 1 ഇൻറ്റു എക്സ് റേസ് ടു 1 എന്തായിട്ട് മാറും 4x ആയിട്ട് മാറും. ഡെസിമൽ ആയതുകൊണ്ട് ജസ്റ്റ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തത് പോലെ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം. 4 ഇൻറ്റു 3 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്തായിട്ട് മാറും 12 ആയിട്ട് മാറും. 4x ലെഫ്റ്റിൽ വന്നാൽ എന്തായിട്ട് മാറും 5x മൈനസ് 4x എക്സ് ആയിട്ട് മാറും. therefore എക്സ് ഈക്വൽ ടു നമുക്ക് കിട്ടും എന്തായിരിക്കും 12 മൈനസ് 4 ഈക്വൽ ടു എന്ത് കിട്ടും 8 കിട്ടും. therefore ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും ദ കറസ്പോണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദ ബേസ് ഓഫ് ദ നമ്പേഴ്സ് എന്തായിരിക്കണം 8 ആയിരിക്കണം. ഓക്കെ, അന്നേരം ഒക്ടൽ നമ്പറിലെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 54 ഡിവൈഡ് ബൈ 4. ഇപ്പം 54നെ കറസ്പോണ്ടിങ് റാഡിക്സ് 8 ആണെങ്കിൽ അതിനെ നമുക്ക് ഡെസിമൽ ആയിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം 5 ഇൻറ്റു 8 റേസ് ടു 1 പ്ലസ് 4 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡിവൈഡ് ബൈ 4 നോക്കിയാൽ ഇവിടെ നോക്ക് 5 ഇൻറ്റു 8 എന്ന് പറയുന്നത് 40 ആയിരിക്കും. 44 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 11 ആയിട്ട് മാറും. 13നെ അതിന്റെ കറസ്പോണ്ടിങ് എന്താണ് ഒക്ടൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എന്തായിരിക്കും 1 ഇൻറ്റു 8 റേസ് ടു 1 പ്ലസ് 3 ഈക്വൽ ടു 8 പ്ലസ് 3 എന്തായിരിക്കും 11 ആയിരിക്കും. therefore ആ 8 എന്ന് പറഞ്ഞ റാഡിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ആൻസർ എന്താണ് കറക്റ്റ് ആണ്. therefore ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യാം തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ.